അമ്മ, അമ്മായിമ്മന്ന് രണ്ടു വാക്ക് എല്ലാ വീട്ടിലും ഉണ്ടല്ലേ. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ലേ, അമ്മായിമ്മ എന്നുള്ളൊരു വാക്ക് വേണ്ടായിരുന്നു ഈ ലോകത്ത്. കാരണം എല്ലാ അമ്മമാരാ. നമ്മള് നമ്മള് നമ്മുടെ വീട്ടിൽ വരുന്ന മക്കളാണേലും മരുമക്കളാണേലും എല്ലാവരും നമ്മുടെ മക്കള് തന്നെയാ. അതിനകത്ത് അമ്മായിമ്മ എന്നുള്ള ഒരു വാക്ക്, ഒരു വില്ലത്തി അമ്മായിമ്മയ്ക്ക് വേണ്ടായിരുന്നു. കാരണം എല്ലാ അമ്മമാരും സ്നേഹത്തോടെ വേണം മക്കളോട് പെരുമാറാൻ. അവനവന്റെ മക്കള് വിവാഹം കഴിച്ചു വന്ന അവരോട് സ്നേഹത്തോടെ, വരുന്ന മക്കളോട് സ്നേഹത്തോടെ, അങ്ങനെയൊക്കെ കുറെയൊക്കെ കാര്യങ്ങൾ നോക്കിയായിരുന്നു എന്ത് ആത്മഹത്യ ഒഴിവാക്കായിരുന്നു അല്ലേ. ഒരുപാട് മരണം, ദുരിതം ഒക്കെ ഒഴിവാക്കായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അമ്മമാരത് ചിന്തിക്കുന്നില്ല? എൻ്റെ മക്കള് കെട്ടി വന്നു, ഇനി എനിക്ക് അവൾ ഒരു നേരത്തെ വെള്ളം തരാനുള്ള, അല്ല എൻ്റെ കൊച്ച വെള്ളം തന്നില്ലെങ്കിലും, വെള്ളമൊന്നും തരികയല്ല ഇപ്പോഴത്തെ പെൺപിള്ളേര്, അത് വേറെ കാര്യം. എന്നാലും വെള്ളമൊന്നും തന്നില്ലെങ്കിലും നമ്മുടെ മകന്റെ കൂടെ ജീവിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഒരു പെൺകൊച്ച്, അല്ലെങ്കിൽ നമ്മുടെ മകൻ കണ്ടെത്തിയ ഒരു പെൺകുട്ടി, അന്നേരം ആ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വരുമ്പോ നമ്മൾ കരുതേണ്ടത് എന്നതാ, അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മളെ നോക്കി എടുത്തില്ല എന്നുള്ളൊരു പരാതിയായിട്ട് നമ്മൾ ചെല്ലണ്ട. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അങ്ങനെയും ചെല്ലണ്ട. നമ്മൾ നമ്മുടെ കാര്യം, അവരവരുടെ കാര്യം, അങ്ങനെ ഒക്കെ നോക്കണം. അല്ലാതെ മരുമക്കള് അത് തന്നില്ല, ഇത് തന്നില്ല, അത് അവള് പാകത്ത് വെച്ചു, ഒളിച്ചു വെച്ചു, കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന കുറെ വീടുകളുണ്ട്. എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും കുറെ ചേച്ചിമാര് പരാതിയായിട്ട് വരും. എന്നാ എടുത്താലും തരികയല്ല അവള്, എന്നാ എടുത്താലും തരികയല്ല. മകന്റെ പൈസയാണെങ്കിൽ ഞാൻ 100 രൂപ ചോദിച്ചാൽ അതും തരിപ്പിക്കുകയല്ല. കാര്യം ശരിയാ, അമ്മമാരെ നോക്കേണ്ട കടമ ആ മക്കൾക്കും ഉണ്ട്, പെമ്മക്കൾക്കും ഉണ്ട്, രണ്ടു മക്കൾക്കും ഉണ്ട്. കാരണം ആണാന്നോർത്ത് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ വളർത്തി, നമ്മുടെ പെങ്കൊച്ചിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയിട്ടില്ലേ? രണ്ടുപേരെ നമ്മൾ വളർത്തിയിട്ടുണ്ട്, ആണും പെണ്ണും വളർത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാരും കുടുംബഭാരം ആൺപിള്ളേർക്ക് കൊടുക്കുന്ന എന്നാന്ന് വെച്ചാ അതെനിക്കറിയത്തില്ല. പെൺപിള്ളേര് വേറെ ഒരു വീട്ടിൽ ചെല്ലേണ്ടതല്ലേ എന്നോർത്തോണ്ടായിരിക്കും കുടുംബഭാരം ആൺപിള്ളേർക്ക് കൊടുക്കുന്നത്. എന്നാൽ തന്നെയും ഒരു മരുമകൾ കയറി വന്നാൽ നമ്മൾ ഒരുപാട് കിഴിച്ച് വഴക്കിന് ചെല്ലാതെ നമ്മുടെ സ്വന്തം മോളെ പോലെ, അവർക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമ്മളെ അമ്മയായിട്ട് കരുതിയില്ലെങ്കിൽ കരുതണ്ട. പക്ഷെ നമ്മുടെ മനസ്സിൽ തെറ്റുകുറ്റം ഇല്ലാതെ, നമ്മളെ ഒരു തെറ്റായ മാർഗത്തിലൂടെ ചിന്തിക്കാതെ, നമ്മുടെ നമ്മുടെ മകന്റെ ഭാര്യ, മകള്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ, കുറെ വഴക്ക് ഒഴിവാകും. പിന്നെ നമ്മൾ ഈ വഴക്കുണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ ആൺപിള്ളേര് തന്നെയാ. അവര് ജോലി കഴിഞ്ഞ് കയറി വരുമ്പോ, അമ്മ അവളും വഴക്ക, അമ്മ അവളും വഴക്ക. അതൊന്നും അല്ല. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അമ്മ അവളും വഴക്കൊന്നും അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നേ? പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാ, പെട്ടെന്ന് ചിന്തിക്കും. ജീവിതം അവർക്ക് സേവിങ് വേണം, ബാങ്ക് ബാലൻസ് വേണം, അവരുടെ ജീവിതം ചെറിയൊരു രീതി പോരാ, അവർക്ക് ഭയങ്കരമായിട്ട് എല്ലാം വേണം. ഞങ്ങളെ ആരും ഒന്നും പറയരുത്, വഴക്ക് പറയരുത്, ഒക്കെ ഉള്ളൊരു ചിന്തന, ഒരുപാട് ഭയങ്കര ചിന്തന കേട്ടോ. ഞാൻ എൻ്റെ പിള്ളേര് കുഞ്ഞായിരുന്നപ്പോ ഞാൻ ഓർത്തെ, അന്ന് അത് ഓർക്കാനല്ലേ എനിക്ക് ബോധമുള്ളൂ. ഞാൻ ഓർത്തെ, അയ്യോ എൻ്റെ മക്കള് പെണ്ണ് കെട്ടിക്കൊണ്ടുവരുമ്പോ ഒരു പാവം പിള്ളേരായിരിക്കും. പാവം വെച്ചാ പഴയ കാലത്തെ എൻ്റെ മക്കള് പാവം തന്നെ കേട്ടോ. പക്ഷെ ചിന്തനകള് ഭയങ്കരമാ, കൂടുതലാ ചിന്തനകള്. അന്നേരം ഞാൻ ഓർത്തു, പഴയ കാലത്തെ പാവം പിള്ളേരായിരിക്കും, എൻ്റെ കൂടെ കഞ്ഞി വെച്ച് കറി വെച്ച് എൻ്റെ കൂടെ നടക്കുന്ന മക്കളായിരിക്കുന്നേ. ജോലിയുടെ കാര്യമൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ. ജോലി എൻ്റെ മക്കൾക്ക് കാണുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. അന്നേരം എന്നെ പോലെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളായിരിക്കും എന്ന് ഞാൻ ഓർക്കുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ, പണ്ടത്തെ കാര്യമല്ലേ. അങ്ങനെ ഞാൻ ഓർത്തു. പക്ഷെ മക്കള് കെട്ടി വന്നപ്പോഴത്തേനുണ്ടല്ലോ, ഞാൻ തന്നെ മാറിപ്പോയി. മക്കളുടെ ചിന്തന എന്നാന്ന് വെച്ചാ, അവർക്ക് നല്ല ജോലി വേണം, ബാങ്ക് ബാലൻസ് വേണം, അത് വേണം, ഇത് വേണം, നല്ല കാറ് വേണം, ഇതൊക്കെ അവര് ചിന്തിക്കുന്ന. എന്നെക്കാട്ടിലും 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി അവര് ചിന്തിച്ചു കൂട്ടുന്ന അവരുടെ ജീവിതത്തിനെ പറ്റി. അന്നേരം ഞാനിങ്ങനെ അന്തം വിട്ടു നിൽക്കും. എൻ്റെ ദൈവമേ, എന്നതാ ഞാൻ ഈ കേൾക്കുന്ന? അല്ലെങ്കിൽ ഇതൊക്കെയാണോ ഇപ്പൊ പുതിയ രീതിയിലുള്ള ജീവിതം? ഇതൊക്കെയാണോന്ന് ഞാനിങ്ങനെ ഓർക്കുവേ. പിന്നെ ഞാനും അങ്ങോട്ട് അവരുടെ കൂടെ തന്നെ അങ്ങ് കൂടിയേക്കും. അവര് പറയുന്ന എന്തോ
അതൊക്കെ ശരിയായിരിക്കും, അല്ല ശരി തന്നെയാണ് എന്നോർത്തോണ്ട് ഞാനും അവരുടെ കൂടെയൊക്കെ കൂടിയേക്കും. നമ്മളത് അവിടെ പറയാൻ പോയാൽ ശരിയാകുകയല്ല. കാരണം എൻ്റെ ഈ കഞ്ഞിയും കൂട്ടാനും വെച്ചുള്ള ജീവിതം അല്ലല്ലോ അവർക്കിഷ്ടം. അന്നേരം മൂത്ത മോള് എപ്പോഴും പറയും, അമ്മയ്ക്ക് എപ്പോഴും കാട്, മല, പൊട്ടക്കിണർ, വട്ടക്കുളം, വട്ടമരം, ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഒന്നും അല്ല അമ്മ ചിന്തിക്കുന്നതെന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേര് എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ചിന്തനയൊക്കെ ഭയങ്കര അതിക്രമമാണ്. ഒരുപാട് അവർ ചിന്തിക്കുന്ന നല്ല നല്ല രീതിയിൽ ജീവിക്കണമെന്ന് അവരുടെ ചിന്തനയും ചിന്തനപ്പാടും. അങ്ങനെയൊക്കെ ആകുമ്പോ ഞാൻ മിണ്ടുകയല്ല. കാരണം എനിക്ക് മിണ്ടാൻ അറിയത്തില്ല, അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയത്തുമില്ല. അന്നേരം ഞാൻ മക്കളുടെ കൂടെ തന്നെ അങ്ങ് കൂടിയേക്കും. അതല്ല ശരി, അത് തന്നെ ശരി. കാരണം എന്ന് വെച്ചാൽ നമ്മളെ അമ്മമാരാ, നമ്മളെപ്പോഴും ഈ ജോലി ചെയ്യുന്നവരാ വീട്ടില്. അല്ല നിനക്ക് അത് ചെയ്തു തന്നു, നിനക്ക് ഇത് ചെയ്തു തന്നു, ഞാൻ മിറ്റ് പഠിച്ചു, ഞാൻ തേച്ച് മഴക്കി, ഞാൻ പാത്രം എടുത്തു വെച്ചു എന്ന് നമ്മൾ കണക്ക് പറഞ്ഞിട്ടോ പിള്ളേരോട് ഒരു കണക്ക് പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് പറ്റുന്നത് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് ഒരമ്മമാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ മക്കളുടെ ഒപ്പം തന്നെ നിന്ന് ഞാൻ മുന്നോട്ട് പോവുക. എന്നാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അവരുടെ രീതിക്കത്ത് സംസാരിക്കാനോ അവരുടെ ചിന്തനകൾക്കൊത്ത് ഉയരാനോ എനിക്കറിയത്തില്ല. അവരെന്ത് പറഞ്ഞാലും ശരിയാ 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 എന്ന് പറഞ്ഞത് ഞാനിവിടെ ഇരിക്കും. അന്നേരം ഞാനും ഒന്ന് ഓർക്കുന്ന എന്നാന്ന് വെച്ചാ എല്ലാ അമ്മമാരും അല്ലെ മക്കള് വളരുമ്പോ അല്ലെ മക്കളുടെ ജീവിതത്തിനൊപ്പം വളരണം, ചിന്തന വളർത്തണം എന്നാ ഞാൻ ഓർക്കുന്നത്. അല്ലാതെ ഒരു സൈസ് അമ്മായിമ്മമാരുണ്ട്, മക്കളൊന്ന് ഇരുന്നാലും ഒന്ന് വർത്താനം പറഞ്ഞാലും ഒന്ന് ചിരിച്ചാലും അന്നേരത്തിനും കുശുമ്പുമായിട്ട് ചെല്ലും. അവളാണ്ട മിണ്ടുന്നു പറയുന്നു, അവള് സിനിമയ്ക്ക് പോകുന്നു, അവളാണ്ട ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പോട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, സിനിമയ്ക്ക് പോട്ടെ, അവര് ചിരിക്കട്ടെ, അവരെന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മക്കെന്നാ, നമ്മളമ്മയല്ലേ. അന്നേരം നമ്മള് ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിൽ സൂക്ഷിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുക എങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ. പണ്ട് കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ല എന്നോർത്തോണ്ട് ഇപ്പം പിള്ളേര് ജീവിക്കുന്ന കാണുമ്പോഴത്തേനും നമ്മൾ ശ്വാസം മുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരമ്മായിമ്മമാരും ഒരു മക്കളുടെ അടുത്തും ശ്വാസം മുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം മക്കളുടെ ജീവിതം മക്കള് ജീവിക്കട്ടെ, നമ്മുടെ സന്തോഷം നമ്മൾ ജീവിക്കണം. അല്ലാതെ മക്കളെ കിടന്നുകൊണ്ട് സിനിമയ്ക്ക് പോയി, തുണിയെടുക്കാൻ പോയി, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളോട് വഴക്കുണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനത്തെ അമ്മായിമ്മമാരെ ഇഷ്ടമില്ല. എന്നുവെച്ചാൽ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാണ്ടല്ലോ അവരെപ്പോഴും സന്തോഷമായിട്ട് തന്നെ നടക്കണം. അത് ഒരു അമ്മ കാരണം അല്ലെങ്കിൽ ഒരു അമ്മായിമ്മ കാരണം അത് അവിടെ നശിച്ചു പോകരുത്. അവരുടെ സ്നേഹവും ചിരിയും വർത്താനവും കളിയും അവിടെ നശിച്ചു പോകരുത്. കാരണം അമ്മായിമ്മമാര് ജീവിച്ചു, ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി മക്കളുടെ ജീവിതമല്ലേ, മക്കള് ജീവിക്കട്ടെ. അന്നേരം നമുക്കും ഒരു സന്തോഷമായിട്ട് ഇരിക്കാലോ. നമ്മളും സന്തോഷമായിട്ടിരിക്കണം, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം, മക്കളുടെ സന്തോഷം മക്കള് കണ്ടെത്തട്ടെ. അത്രയും കരുതേണ്ടതേ ഉള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെയാ. എന്നുവെച്ചാൽ ഞാൻ മാറി മാറി വരും, മക്കളുടെ കൂടെ തന്നെ നിന്ന് അവരെന്താണോ ചെയ്യുന്നത് ഏതാണോ ചെയ്യുന്നതെന്ന് നോക്കിയും കണ്ടും മനസ്സിലാക്കിയും ഞാൻ മാറി വരും അവരുടെ കൂടെ തന്നെ. അങ്ങനെ ഞാൻ അല്ലാതെ കുശുമ്പും പോരിനും ഒക്കെ പോയിട്ട് ജനങ്ങളറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, അവരുടെ വീട്ടിൽ നിന്നും വഴക്ക അലമ്പ എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാ ഞാന് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് ജീവിച്ച ഒരു ജീവിതമൊന്നുമല്ല. ഒരുപാട് എനിക്ക് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, ഒരുപാട്. അന്നേരം പിന്നെ മക്കളുടെ ജീവിതം വരുമ്പം ഞാൻ മാറാൻ തീരുമാനിച്ചു. മക്കളുടെ കൂടെ മക്കള് പറയുന്നത് അങ്ങനെയൊക്കെ. ഇന്നും അതെ, ഒരു ഡ്രസ്സ് ഞാൻ നോക്കി വെച്ചാൽ അമ്മ അത് ഇടണ്ട, അമ്മ വേറെ കളറ് അമ്മ ഇട്ടാൽ മതി, എപ്പോഴും ആ സാരി, എപ്പോഴും ആ ചുരിദാർ, അങ്ങനെ മക്കള് പറയും. അന്നേരം ഞാൻ തന്നെ ഇത് ശരിയല്ല അവര് പറയുന്നത്, ഇത് വേണ്ട, വേറെ ഇട്ടേക്കാം എന്ന് ഞാൻ തന്നെ ഓർക്കും. അല്ലാതെ നീ പോടാ, നിന്റെ പണി നോക്കി പോടി എന്നും പറഞ്ഞിട്ട് ഞാൻ മക്കളെ വഴക്ക് പറയാറില്ല. എന്തിനാ വഴക്ക് പറയുന്നേ? നമ്മളിപ്പോ ഒരു ജീവിതമേ ഉള്ളൂ ആകെപ്പാടെ നമുക്ക്. അതിനകത്ത് അടി, പിടുത്തം, വഴക്ക്, അലമ്പ്, തലതല്ലി പൊട്ടീര്, ഇതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഞാൻ ഒരു കാര്യത്തിനും ഇടപെടാൻ പോവുകയല്ല മക്കളുടെ കാര്യത്തില്. കാരണം എന്ന് വെച്ചാൽ അവര് വരുക, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലേ.
അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക വെറുക്കുക. അങ്ങനെ അവര് പോകുമ്പം അവര് പോകുന്ന നോക്കി നിൽക്കുക, ഇനി എന്നാ വരുന്ന മോനെ എന്ന് ചോദിക്കുക. ഇതൊക്കെ എൻ്റെ പരിപാടി. അല്ലാതെ അവരെ ടോർച്ചർ ചെയ്യുവോ അവരെന്നാ ചെയ്യുവാന്ന് നോക്കുവോ ഒന്നും ചെയ്യല. പിന്നെ പിള്ളേരോട് വർത്താനം പറയാൻ കൊതിയുള്ളപ്പം അറിയാതെ അവര് ഇരിക്കുന്നിടത്ത് ഞാൻ ചെല്ലും. എന്നുവെച്ചാ പിള്ളേരോടെ എപ്പോഴും വർത്താനം പറയുന്നില്ലല്ലോ ഞാൻ. വല്ലപ്പോഴും പിള്ളേരെ ഒന്ന് കിട്ടുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിള്ളേരോട് വർത്താനം പറയണമെന്നുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അന്നേരം ഞാൻ അവരിയ്ക്കുന്നിടത്ത് ചെല്ലും. അന്നേരം അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് ഞാനും വർത്താനം പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും, അവരുടെ കൂടെ തന്നെ. അങ്ങനെയൊക്കെ ഞാൻ. അല്ലാതെ അമ്മായിമ്മ അമ്മായിമ്മ എന്നൊരു പവർ പത്രാസ്, അല്ലെങ്കിൽ അമ്മായിമ്മ വലിയ ഒരു സ്ത്രീയാ, അല്ലെങ്കിൽ വലിയ എല്ലാം ഭരണം നടത്തുന്ന അമ്മായിമ്മ, അങ്ങനെയൊക്കെ ഈ ലോകത്ത് ശരിയാണോ? ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മായിമ്മ പദവിയൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞു. ഇപ്പൊ അമ്മ പദവിയാ. അമ്മ, സ്നേഹം, അമ്മ, അതൊക്കെ ആ പദവിയാ. അല്ലാതെ നീ ഇങ്ങോട്ട് വാടാ, നീ അങ്ങോട്ട് പോ, അവള് എന്തിയേ, അങ്ങനൊക്കെ ചോദിക്കേണ്ട കാര്യം, അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കളായി മരുമക്കളായി നമ്മളായി, നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ടെന്ന് ഓർത്തോണ്ടാ നമ്മള്. ആരുടെയും ജീവിതം എത്ര കാലം ഒന്നും ആർക്കും പറയാൻ പറ്റിയല്ല. അന്നേരം ഉള്ളത്രയും കാലം നമ്മള് വീട്ടുകാര്, മക്കള്, ഫോൺ വിളി, കാര്യങ്ങള്, എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുക, അസുഖം വന്നവരെ ഒന്ന് ചെന്ന് കാണുക, എല്ലാം നമ്മള് ജീവിതത്തിൽ എന്നൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. വേണ്ടേ? അഭിപ്രായം പറയണേ, കമന്റ് വിടണേ. ഇത്രയും കാര്യങ്ങൾക്ക് എനിക്ക് അഭിപ്രായം കിട്ടണം, കമന്റ് വിടണം. അമ്മായിമ്മ പദവി വില്ലത്തി നമുക്ക് വേണ്ട, അമ്മ പദവി മതി അല്ലേ? മരുമക്കളാണേലും മക്കളാണേലും അമ്മ എന്നുള്ളൊരു പദവി നമുക്ക് മതി.